കേരള കോൺഗ്രസുകാർ കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ താല്പര്യത്തിനൊത്ത് തുള്ളുന്നവരാണ് എന്നൊരു കൂട്ട സംസാരമൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. കത്തോലിക്ക സഭ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന ഒരു പുതിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം കൗതുകത്തോടെ നോക്കുന്നത്. NDP എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി നിക്കക്കള്ളിയില്ലാതെ ഒടുവിൽ പാർട്ടി തന്നെ ഇല്ലാതായ സമുദായ സംഘടനയും നമുക്കറിയാം. അത്രയും ഗതികെട്ട രീതിയിലേക്ക് കത്തോലിക്ക സഭ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ നിലംപതിക്കുമെന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. NDP എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി നിക്കക്കള്ളിയില്ലാതെ ഒടുവിൽ പാർട്ടി തന്നെ ഇല്ലാതായ സമുദായ സംഘടനയായ NSSന്റെ ഗതിയായിരിക്കും കത്തോലിക്ക സഭയും കാത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു വിലപേശലിലൂടെയും സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെയും സ്വന്തം കാര്യം നേടിയെടുക്കാൻ കാണിക്കുന്ന മിടുക്കുപോലെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന കത്തോലിക്ക സഭയുടെ പ്രഖ്യാപനം വളരെ കൗതുകത്തോടു കൂടിയാണ് കേരള രാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്നത്. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ വിമോചന സമരത്തിലൂടെ താഴെയിറക്കിയ നെറികേടിന് നേതൃത്വം നൽകിയവരിൽ മുന്നിൽ കത്തോലിക്ക സഭ നേതൃത്വവും ഉണ്ടായിരുന്നു എന്ന ഊഹാപോഹങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബിൽ കാരണം തങ്ങളുടെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുമോ എന്ന് ഭയന്നായിരുന്നു സഭാ നേതൃത്വം മതവികാരം ഇളക്കിവിട്ടതും വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതും എന്നായിരുന്നു അഭിപ്രായങ്ങൾ പരന്നത്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ NSSും വിമോചന സമരത്തിന് പിന്തുണ നൽകിയിരുന്നു. മതവും ജാതിയും കത്തിച്ചു നടത്തിയ വിമോചന സമരത്തിനൊടുവിലാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത EMSന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ക്രമസമാധാനം തകർന്ന പേരിൽ പ്രധാനമന്ത്രി നെഹ്റു പിരിച്ചുവിട്ടത്. ജനാധിപത്യവാദി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നെഹ്റുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത അധ്യായമാണ് EMS സർക്കാരിനെ പിരിച്ചുവിട്ട ആ നടപടി. അന്ന് കോൺഗ്രസിന്റെ താളത്തിനൊത്താണ് കത്തോലിക്ക സഭയും NSSും ഒത്തുതുള്ളിയത്. കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ താല്പര്യത്തിനൊത്ത് നടക്കുന്നവരാണ് കേരള കോൺഗ്രസുകാർ എന്ന മുദ്രാവാക്യം തുടരെ തുടരെ കേൾക്കുന്ന കാര്യമാണ് നമ്മൾ. കേരള രാഷ്ട്രീയത്തിൽ വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമായ കേരള കോൺഗ്രസ് ഏത് മുന്നണി ഭരിച്ചാലും ഒരു കേരള കോൺഗ്രസ് എങ്കിലും മന്ത്രിസഭയിൽ ഉണ്ടാകും. KM മാണിയുടെ കേരള കോൺഗ്രസ് പതിറ്റാണ്ടുകളോളം UDFന്റെ ഭാഗമായപ്പോൾ അവർ കത്തോലിക്ക സഭയുടെ താല്പര്യങ്ങൾ നടപ്പാക്കി എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ അന്ന് ഉണ്ടായിരുന്നതാണ്. ഇടതുമുന്നണി ഭരിക്കുമ്പോൾ PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് ആയിരുന്നു സഭയുടെ വക്താക്കൾ. മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് മാറിയപ്പോൾ PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് UDFിലുണ്ട്. എല്ലാവരും വായ്ത്താരി പാടുന്ന ഒരു കാര്യം, ഏത് മുന്നണി ഭരിച്ചാലും സ്വന്തം കാര്യം നേടിയെടുക്കാനുള്ള കത്തോലിക്ക സഭയുടെ തന്ത്രമാണ് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി. കോൺഗ്രസ് നേതാവ് K കരുണാകരന്റെ ആശീർവാദത്തോടെ NSS ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയും കളത്തിൽ വേലായുധൻ നായരും ചേർന്നാണ് 1970 നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി അതായത് NDP എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. UDF മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനമടക്കം ലഭിച്ചിട്ടും 2 പതിറ്റാണ്ടിന് ശേഷം NDP തന്നെ ഇല്ലാതായി. SNDP നേതൃത്വത്തിൽ രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടിയും കേരള രാഷ്ട്രീയത്തിൽ നിലനിന്നില്ല. സമുദായ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളെ പരിധി വിട്ട് പിന്തുണയ്ക്കാത്ത ഒരു തരം രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെത്. NDPയും SRPയും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പിഴുതെറിയപ്പെട്ടതും ഇതുകൊണ്ടാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട SNDPയുടെ രാഷ്ട്രീയ പാർട്ടിയായ BDJSന് NDA മുന്നണിയിലെ കക്ഷി എന്നതിനപ്പുറം കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഒരു മേൽവിലാസം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ.